ലസാറോവിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിന് ടി കരിഷ്മ സ്വാഗതം പറഞ്ഞു. അക്കാദമി പ്രിൻസിപ്പാൾ പി നയന അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ കെ പി ജോബി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മുടെ രാജ്യം അഭിമാനകരമായ ഒരു ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ സ്വാതന്ത്ര്യം ലഭിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഒരുമിച്ച് ഇവിടെ കൂടാനും നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും ഒക്കെയുള്ളൊരു അവസരം ഉണ്ടായത് എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കേണ്ട കാര്യമാണ്. ഇതിനുവേണ്ടി പോരാടിയ ഒരുപാട് ധീരാത്മാക്കളെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുന്നു. ഈ അക്കാദമി, ലസാറോ അക്കാദമി എല്ലാ വർഷവും തന്നെ നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നു. ഈ വർഷം എല്ലാവരും ആ ഒരു കളർ കോഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ഏറ്റവും കൂടുതൽ കളർ കോഡ് മെയിൻറ്റെയിൻ ചെയ്ത വർഷം ഇതാണെന്ന് തോന്നുന്നു. എല്ലാ ആൾക്കാരുടെയും ആത്മാർത്ഥമായ ഒരു പരിശ്രമവും ഇതിനോടുള്ള ആവേശവും ഒക്കെ ഉണ്ട്. അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാഘോഷ ആശംസകൾ നേരുന്നു. ചേർന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു. തുടർന്ന് അക്കാദമി സിഇഒ ആർ ദേവകി മേനോൻ നടത്തിയ മുഖ്യപ്രഭാഷണം ശ്രദ്ധേയമായി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും രാജ്യത്തിന്റെ പുരോഗതിക്കായി യുവതലമുറ വഹിക്കേണ്ടുന്ന പങ്കിനെക്കുറിച്ചും അവർ കുട്ടികളോട് സംവദിച്ചു. ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് യുവശക്തി ഫോർ വികസിത് ഭാരത് 2047 എന്നുള്ളതാണ്. ഡെവലപ്ഡ് nation, right? Vikasit Bharat, developed India. So we are currently living in a developing country, അല്ലേ? അപ്പോൾ ഡെവലപ്ഡ് ഇന്ത്യ ഫോർ 2047 എന്നാണ് പറയുന്നത്. 2047 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 100 വർഷം തികയാണ് 2047. അപ്പോൾ 2047 ആവുമ്പോഴത്തേക്കും ഇന്ത്യ ഷുഡ് ബി വൺ ഓഫ് the most strongest developed country in the world എന്നതാണ് സ്വപ്നം കാണുന്നത്. പരിപാടിയുടെ ഭാഗമായി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം, ദേശഭക്തി ഗാനം, പ്രസംഗം തുടങ്ങിയ വിവിധ പരിപാടികളും നടന്നു. വിവിധ വകുപ്പ് മേധാവികളായ കെ ടി അഫീദ, ടി അഫൈസ്, കെ വി അഞ്ജലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്ററും അധ്യാപികയുമായ ശ്രുതി നന്ദിയും പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനും ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി വളരാനും കുട്ടികളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പരിപാടി അവസാനിച്ചത്. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലൂട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഉഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.